ഏജൻസിയായ UNIയുടെ ഡൽഹിയിലെ ഓഫീസ് മുദ്രവെച്ചു. ഹൈക്കോടതി ഉത്തരവ് ചൂണ്ടിക്കാട്ടി ഡൽഹി പോലീസാണ് മുദ്രവെച്ചത്. യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യ എന്ന വാർത്താ ഏജൻസി അടുത്തിടെയാണ് ദി സ്റ്റേറ്റ്സ്മാൻ ഏറ്റെടുത്തത്. പി ബസന്ത് വിവരങ്ങളുമായി ചേർന്നുണ്ട്. ബസന്ത്, ദൃശ്യങ്ങളിൽ മാധ്യമപ്രവർത്തകരെ ബലം പ്രയോഗിച്ച് ഓഫീസിൽ നിന്ന് മാറ്റുന്നതൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഇത് ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു നീക്കമുണ്ടായത്? ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന വാർത്താ ഏജൻസിയാണ് യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യ. ഡൽഹിയിലെ റാഫി മാർഗിൽ കണ്ണായ സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏറെ പഴക്കം ചെന്ന ഈ വാർത്താ ഏജൻസി ഇപ്പോൾ ഡൽഹി പോലീസ് മുദ്രവച്ചിരിക്കുകയാണ്. ഡൽഹി ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് അല്പസമയം മുമ്പ് ഡൽഹി പോലീസ് എത്തി ഇവിടെയുള്ള മാധ്യമപ്രവർത്തകരെയൊക്കെ ബലം പ്രയോഗിച്ച ഓഫീസിൽ നിന്നും പുറത്തിറക്കി ഓഫീസ് മുദ്രവച്ചിരിക്കുന്നത്. അടുത്തിടെയാണ് ഈ കെട്ടിടം ഈ UNI സ്ഥിതി ചെയ്യുന്ന സ്ഥലം സ്റ്റേറ്റ്സ്മാന് കൈമാറിയിരുന്നത്. സ്റ്റേറ്റ്സ്മാന് അവിടെ കെട്ടിടം നിർമ്മിക്കും എന്നുള്ളൊരു ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് നഗരവികസന മന്ത്രാലയം ഭൂമി കൈമാറിയത്. പക്ഷേ കെട്ടിട നിർമ്മാണം താമസിച്ച് നീണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ തിരിച്ച് ഭൂമി ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു ഉത്തരവ് കഴിഞ്ഞ ദിവസം നൽകിയത്. ഇതിനെതിരെ UNI ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അത് ഡൽഹി ഹൈക്കോടതി സർക്കാർ ഉത്തരവ് നഗരവികസന മന്ത്രാലയത്തിന്റെ ഉത്തരവ് ശരിവെക്കുകയായിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഡൽഹി പോലീസ് എത്തുകയും ഇവിടെ നിന്ന് ബലം പ്രയോഗിച്ച് മാധ്യമപ്രവർത്തകരെ പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. വനിതാ മാധ്യമപ്രവർത്തകരെ കൈയേറ്റം ചെയ്തു എന്നുള്ള ഗുണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മാധ്യമപ്രവർത്തനത്തിന് നേരെയുള്ള കടന്നുകയറ്റമെന്ന് സ്റ്റേറ്റ്സ്മാൻ ആരോപിച്ചിട്ടുമുണ്ട്. ദീർഘകാലം ഈ UNIയിലെ ഈ അവിടുത്തെ ക്യാൻറ്റീനുമായി ബന്ധപ്പെട്ട നിരവധി കഥകൾ, ഡൽഹിയുമായി ബന്ധപ്പെട്ടുള്ള കഥകളിലൊക്കെ തന്നെ നമുക്ക് അറിയാവുന്നതാണ്. അത്രത്തോളം പ്രശസ്തമായ ഒരു സ്ഥലമാണ്. ഡൽഹിയിലെയും ഉത്തരേന്ത്യയിലെയും റിയൽ എസ്റ്റേറ്റ് കഴുകന്മാർക്ക് കണ്ണുള്ള ഒരു ഭൂമിയാണ് ഈ UNI സ്ഥിതി ചെയ്യുന്നത്. ഇപ്പൊ സർക്കാർ ഇന്ന് ഡൽഹി ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ അടക്കമുള്ള മാധ്യമ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ ഭൂമി ഏറ്റെടുക്കുന്നത് എന്നാണ്. ഏതായാലും സ്റ്റേറ്റ്സ്മാൻ മേൽക്കോടതിയെ സമീപിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്.